മൂന്നാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിലെ കോഴിക്കോട് മണ്ഡലത്തിൽ ഇപ്പോൾ യുഡിഎഫിനെ പ്രചാരണ രംഗത്ത് വലിയ പ്രതിസന്ധിയിലാക്കുന്ന ചില സംഭവവികാസങ്ങളെക്കുറിച്ചാണ്. ഒളിക്യാമറ വിവാദത്തിൽ എം കെ രാഘവനെതിരായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ചാനൽ മേധാവികളടക്കമുള്ള മൊഴിയെടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. രാഘവൻ പ്രസിഡന്റായ സൊസൈറ്റിയുടെ വിവരങ്ങൾ നൽകിയില്ല എന്ന് എൽഡിഎഫ് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നു. അതിനിടെ എം കെ രാഘവനെതിരായ ഒളിക്യാമറ വിവാദത്തിൽ ഹിന്ദി വാർത്താ ചാനൽ സംഘത്തിൽ നിന്ന് 3 ദിവസത്തിനകം തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷിത വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന്. ഷിത, എന്താണ് പുതിയ പരാതി? രാഘവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണോ അത്? നിഷാദ്, എം കെ രാഘവന്റെ നാമനിർദ്ദേശക പത്രികയോടൊപ്പം അദ്ദേഹം ചില വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് കാണിച്ചാണ് എൽഡിഎഫ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് എം കെ രാഘവൻ അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അഗ്രിക്കോ ഫ്രൂട്ട് പ്രൊഡക്ട്സിന്റെ സൊസൈറ്റിയുണ്ട്. ആ സൊസൈറ്റിയിൽ മറ്റ് ഡയറക്ടർമാർക്കൊപ്പം തന്നെ 29,22,32,682 രൂപയുടെ കടബാധ്യത ഇവർക്കുണ്ട്. എന്നാൽ ഇതിനുള്ള സ്റ്റേ, അതായത് റവന്യൂ റിക്കവറി നടപടികൾ ഇതിനെ തുടർന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സർക്കാർ നൽകിയ സ്റ്റേ ഉത്തരവ് ഈ മാർച്ച് 31 സമാപിച്ചതാണ്. പത്രിക സമർപ്പിക്കുന്ന സമയം അതിന്റെ റിക്കവറി നടപടികൾക്കുള്ള സ്റ്റേ സമാപിച്ചതാണ്. പക്ഷെ ഈ പത്രികയിൽ ഇക്കാര്യം എം കെ രാഘവൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് കടബാധ്യതയെ പറ്റിയും റവന്യൂ റിക്കവറി നടപടികളെ കുറിച്ചുമൊന്നും നാമനിർദ്ദേശ പത്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇത് സത്യാവസ്ഥ മറച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നാമനിർദ്ദേശക പത്രികയായിരുന്നു എന്നാണ് എൽഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് എം കെ രാഘവന് ഭീമമായ സംഖ്യ കടബാധ്യതയുള്ളതും അതിന്റെ പേരിൽ റവന്യൂ റിക്കവറി അഭിമുഖീകരിക്കുന്നതുമാണ്. അത് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അയോഗ്യനാണ് ആർട്ടിക്കിൾ 102(1)(c) പ്രകാരം എന്നുള്ളൊരു കാര്യം കൂടി എൽഡിഎഫ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് രാഘവൻ അയോഗ്യനാണ്. പരാതി നൽകിയിരിക്കുകയാണ് എൽഡിഎഫ്.